Good morning, my dear students. In this video, we are discussing about the topic looping through the file. By looping through the line of the file, we can read the whole file. അപ്പോൾ നമുക്ക് ഒരു ഫയലിനകത്തുള്ള കണ്ടൻറ്റ് ഡീറ്റെയിൽസ് മുഴുവൻ റീഡ് ചെയ്യണമെങ്കിൽ, ഫുൾ ഡീറ്റെയിൽസ് റീഡ് ചെയ്യണമെങ്കിൽ നമുക്കെന്താണ് ഫയലിൻ്റെ അകത്ത് നമ്മളൊരു ലൂപ്പ്, ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. ദെൻ അതിൻ്റെ അകത്ത് നമ്മളൊരു ലൂപ്പ് അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ആ ഫയലിനകത്തുള്ള എല്ലാ ലൈൻസുകളും നമ്മൾക്ക് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ഫയൽ PTR ഈക്വൽ ടു എന്തായിരുന്നു, നമ്മളെ ഓപ്പൺ ഫംഗ്ഷൻ, ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള സിൻടാക്സ് എങ്ങനെയായിരുന്നു, ഫയൽ ഒബ്ജക്റ്റ് ഈക്വൽ ടു ഓപ്പൺ ഓഫ് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ഫയൽ നെയിം കോമ ആക്സസ് മോഡ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഫയൽ PTR ഈക്വൽ ടു ഓപ്പൺ ഓഫ് f1.txt എന്ന് പറയുന്ന ഫയലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഏത് മോഡിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്, നമ്മൾ ആ ഫയലിനകത്തുള്ള കണ്ടൻറ്റ് റീഡ് ചെയ്യാനാണ്. സോ വി ആർ യൂസിങ് ദി ആക്സസ് മോഡ് R. ഓക്കെ, ദെൻ നമ്മളൊരു ലൂപ്പ് യൂസ് ചെയ്യണം. ഫോർ I ഇൻ ഫയൽ PTR, ഫോർ എന്ന് പറയുന്ന നമ്മുടെ കീവേഡ്, I എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾ, ഇൻക്രിമെൻറ്റേഷൻസ് വരുന്നുണ്ട് അവിടെ ആ വേരിയബിളിന്. ദെൻ ഇൻ ഏതിൻ്റെ അകത്താണ്, ഫയൽ ഒബ്ജക്റ്റ് ഏതാണ്, നമ്മുടെ ഫയൽ PTR അല്ലേ, കോളൻ പ്രിൻറ്റ് I, ഓരോ പ്രാവശ്യം I ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്നു. ദെൻ അതിൻ്റെ അർത്ഥം എന്താണ്, ലൈൻ ബൈ ലൈൻ ഫയലിലെ ഇൻഫോർമേഷൻസ് റീഡ് ചെയ്ത് അത് പ്രിൻറ്റ് ചെയ്യുകയാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് എന്താ ചെയ്യേണ്ടത്, ആ ഒരു ലൂപ്പിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ, ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ഫയൽ PTR ഡോട്ട് ക്ലോസ് ചെയ്യുക, ആ ഒരു ഫയൽ നമ്മൾ ക്ലോസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം ജസ്റ്റ് ഒരു ഔട്ട്പുട്ട്, നമ്മുടെ ഫയലിനകത്ത് 3 കണ്ടൻറ്റേ ഉള്ളൂ, അതിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ലൂപ്പിംഗ് നമുക്ക് ഉപകാരപ്പെടുന്നത് ഒരുപാട് ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫയലിലെ ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം, ലൈൻ ബൈ ലൈൻ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തതാണ് റൈറ്റിംഗ് ഇൻ ടു എ ഫയൽ. നമുക്കറിയാം, റീഡ് ചെയ്യണമെങ്കിൽ ഏത് മോഡിലാണ് ഓപ്പൺ ചെയ്യുക, R എന്ന് പറയുന്ന ആക്സസ് മോഡിൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ റൈറ്റ് ചെയ്യാൻ എന്തായിരിക്കും, W എന്ന് പറയുന്ന ആക്സസ് മോഡിൽ ഓപ്പൺ ചെയ്യുക. ദെൻ ഇനി ഓൾറെഡി ഉള്ള ഫയലിലേക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് നമ്മൾ റൈറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ അങ്ങനെയുള്ള കേസിൽ ഏത് ആക്സസ് മോഡിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്, അപ്പൻഡ് കൂട്ടിച്ചേർക്കുക അല്ലേ. അപ്പോൾ A എന്ന് പറയുന്ന ആക്സസ് മോഡാണ് യൂസ് ചെയ്യേണ്ടത്. ടു റൈറ്റ് സം ടെക്സ്റ്റ് ടു എ ഫയൽ വി നീഡ് ടു ഓപ്പൺ ദി ഫയൽ യൂസിങ് ദി ഓപ്പൺ മെത്തേഡ് വിത്ത് വൺ ഓഫ് ദി ഫോളോയിങ് ആക്സസ് മോഡ്സ്. അപ്പോൾ നമുക്ക് ഒരു ഫയൽ ഓൾറെഡി ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ഒരു ഓൾറെഡി ഉള്ള ഫയലിലേക്ക് ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി, റൈറ്റ് ചെയ്യാൻ വേണ്ടി, രണ്ടിനും വേണ്ടി നമ്മൾക്ക് യൂസ് ചെയ്യുന്ന ആക്സസ് മോഡുകളാണ് എയും ഡബ്ല്യൂയും. എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് വിൽ അപ്പൻ ദി എക്സിസ്റ്റിംഗ് ഫയൽ, ഓൾറെഡി ഉള്ള ഫയലിലേക്ക് ഇൻഫർമേഷൻസ് നമുക്ക് കൂട്ടിച്ചേർക്കണമെങ്കിൽ എ എന്ന് പറയുന്ന ആക്സസ് മോഡിൽ ഓപ്പൺ ചെയ്യണം. ദി ഫയൽ പോയിൻ്റർ ഈസ് അറ്റ് എൻഡ് ഓഫ് ദി ഫയൽ. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഫയലിൽ നമ്മുടെ കട്ടർ എവിടെയായിരിക്കും പോയിൻ്റ് ഔട്ട് ചെയ്യുക, ഫയൽ പോയിൻ്റർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫയൽ, ആ ഫയലിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ലൈനിൻ്റെ എൻഡിലായിരിക്കും പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഇറ്റ് ക്രിയേറ്റ് എ ന്യൂ ഫയൽ ഇഫ് നോ സച്ച് ഫയൽ എക്സിസ്റ്റ്. അപ്പം നമുക്ക് ഈ A എന്ന് പറയുന്ന ആക്സസ് മോഡ് വെച്ച് ഒരു പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇത് എന്താണ് ചെയ്യുന്നത്, ഇറ്റ് ക്രിയേറ്റ് എ ന്യൂ ഫയൽ ഇഫ് നോ സച്ച് ഫയൽ എക്സിസ്റ്റ്. അങ്ങനെ ഒരു ഫയൽ എക്സിസ്റ്റ് ഇല്ല. ഇപ്പം നമ്മൾ കൊടുക്കുകയാണ് f1.txt A എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി f1 എന്ന് പറയുന്ന ഫയൽ നമുക്കില്ല എങ്കിൽ അത് ഓപ്പൺ ആകും. ദെൻ എന്താ ചെയ്യുക, അതൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഓപ്പൺ ആവുകയാണ്. ദെൻ നമ്മുടെ ഫയൽ പോയിൻ്റർ ബിഗിനിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. ദെൻ W എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഓവർ റൈറ്റ് ദി ഫയൽ ഇഫ് ദി ഫയൽ എക്സിസ്റ്റ്. എന്താണ് ചെയ്യുക, ഇത് വീണ്ടും ഓവർ റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് W ആക്സസ് മോഡിൽ. ദി ഫയൽ പോയിൻ്റർ ഈസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഫയൽ, ഫയൽ പോയിൻ്റർ എവിടെയായിരിക്കും നിൽക്കുക, ബിഗിനിങ് ഓഫ് ദി ഫയൽ. അപ്പൻ്റെ മോഡിലാണെങ്കിൽ ഫയൽ പോയിൻ്റർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫയൽ ആയിരിക്കും. ദെൻ W മോഡിലാണെങ്കിൽ ഫയൽ പോയിൻ്റർ എവിടെയായിരിക്കും, ബിഗിനിങ് ഓഫ് ദി ഫയൽ ആയിരിക്കും. ഇറ്റ് ക്രിയേറ്റ് എ ന്യൂ ഫയൽ ഇഫ് നോ സച്ച് ഫയൽ എക്സിസ്റ്റ്. നമ്മൾ ഓപ്പൺ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ഫയൽ ഇല്ല എങ്കിൽ പോലും ഇത് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട് W മോഡിൻ്റെ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫയൽ പോയിൻ്റർ FP എന്നാണ്. FP ഈക്വൽ ടു ഓപ്പൺ ഓഫ് ന്യൂ ഫയൽ .txt, W. എൻ്റെ അർത്ഥം എന്താണ്, ന്യൂ ഫയൽ എന്ന് പറയുന്ന ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം, റൈറ്റ് മോഡിൽ വേണം ഓപ്പൺ ചെയ്യാൻ. ഇനി എങ്ങനെയാണ് അതിലേക്ക് റൈറ്റ് ചെയ്യേണ്ടത്,
fp dot write of example for w mod write into the file. നമ്മൾ ആ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? റൈറ്റ് ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് കൊടുക്കുക. ഫയൽ പോയിൻ്റർ ഡോട്ട് റൈറ്റ് ഓഫ് ആദ്യമേ നമ്മൾ എന്താ ചെയ്യുക? ഫയൽ ഓപ്പൺ ചെയ്യണം. സോ fp ഈക്വൽ ടു ഓപ്പൺ ഓഫ് ന്യൂ ഫയൽ ഡോട്ട് txt w. ഇനി ആ ഓപ്പൺ ചെയ്ത ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക? ഫയൽ പോയിൻ്റർ ഡോട്ട് റൈറ്റ് ഓഫ് എന്താണോ നമ്മൾ റൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഫയൽ ക്ലോസ് ചെയ്യുക. fp ഡോട്ട് ക്ലോസ് ഓഫ്. വീണ്ടും നമ്മൾ ആ ഫയലിനെ നമ്മൾ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യും. ഇപ്പം നമ്മൾ ഏത് മോഡിലാണ് ഓപ്പൺ ചെയ്തത്? റൈറ്റ് മോഡിൽ ഫയലിനെ ഓപ്പൺ ചെയ്തു. നമ്മൾ അതിൻ്റെ അകത്തായിട്ട് ഇൻഫർമേഷൻസ് റൈറ്റ് ചെയ്തു. ഇനി അതിൻ്റെ ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ആ ഫയലിനെ ഏത് മോഡിൽ ഓപ്പൺ ചെയ്യണം? റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തു. സോ ഓപ്പൺ ഓഫ് ന്യൂ ഫയൽ ഡോട്ട് txt r. ഇനി ആ ഫയലിനകത്തുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ റീഡ് ചെയ്യുകയാണ്. നമ്മൾ ഫോർ ലൂപ്പ് വെച്ച് റീഡ് ചെയ്തു, ദെൻ ഫയൽ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? റീഡ് ചെയ്യുമ്പോൾ ആ ഫയലിലുള്ള ഇൻഫർമേഷനാണ് നമ്മൾ ആദ്യമേ റൈറ്റ് ചെയ്ത എക്സാമ്പിൾ ഓഫ് w മോഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫോർ w മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമുക്കൊരു ഫയൽ റീഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്തായിരിക്കും? റീഡ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും ആ ഫയൽ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുന്നത് ഏത് മോഡിലാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ റൈറ്റ് ചെയ്യാനാണ്. സോ ഓപ്പൺ ഓഫ് ന്യൂ ഫയൽ ഡോട്ട് txt ഡോട്ട് w എന്ന് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഇൻഫർമേഷൻസ് റൈറ്റ് ചെയ്തു. ഇനി ആ ഫയലിനെ വീണ്ടും നമ്മൾ റീഡ് ഇൻ മോഡിൽ ഓപ്പൺ ചെയ്ത് ഫോർ ലൂപ്പ് വെച്ച് അതിൻ്റെ അകത്തുള്ള ഇൻഫർമേഷൻസ് റീഡ് ചെയ്ത് ദെൻ പ്രിൻറ്റ് ചെയ്യുന്നു, ദെൻ ഫയൽ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അപ്പൻ മോഡിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പം fpr ഡോട്ട് നമ്മൾ ഓൾറെഡി ഉള്ള ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. fptr നിങ്ങൾ ഫയൽ പോയിൻ്റർന്നോ അല്ലെങ്കിൽ fpന്നോ fptr എന്നോ എന്ത് വേണമെങ്കിലും ഫയൽ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് fptr ഈക്വൽ ടു ഓപ്പൺ ഓഫ് ന്യൂ ഫയൽ ഡോട്ട് txt append. അതിലേക്ക് നമ്മൾ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുകയാണ്. fptr ഡോട്ട് റൈറ്റ് ഓഫ് ഹൗ ആർ യു fptr ഡോട്ട് ക്ലോസ് ഓഫ്. ഓക്കെ, ഇനി അതിൻ്റെ അകത്തെ ഫയൽസിനെ നമുക്ക് റീഡ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക? ഏത് മോഡിൽ ഓപ്പൺ ചെയ്യണം? റീഡിങ് മോഡിൽ ഓപ്പൺ ചെയ്തു, ഫോർ ലൂപ്പ് യൂസ് ചെയ്തു, ദെൻ ആ ഒരു ഫയൽ പോയിൻ്റർ അവിടെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക? ഔട്ട്പുട്ട് കിട്ടുന്നത് എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഫസ്റ്റ് ന്യൂ ഫയൽ എന്ന് പറയുന്ന ഫയലിൽ എന്തായിരുന്നു ഉള്ളത്? ഔട്ട്പുട്ട് എക്സാമ്പിൾ ഫോർ w മോഡ് എന്നായിരിക്കും. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തതാണ് അഡീഷണലായിട്ട് അപ്പൻഡ് ചെയ്തത് ഹൗ ആർ യു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇതായിരിക്കും, എക്സാമ്പിൾ ഫോർ w മോഡ്. ദെൻ നെക്സ്റ്റ് ലൈനിൽ നിങ്ങൾക്ക് കാണാം ഹൗ ആർ യു എന്ന്. അതായത് ഓൾറെഡി ന്യൂ ഫയൽ ഡോട്ട് txtയിൽ ഉള്ള ഇൻഫർമേഷൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ റൈറ്റ് ചെയ്ത ഇൻഫർമേഷനും അപ്പൻഡ് ചെയ്തായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതാണ് ഒരു നോട്ട് പോലെയാണ് ക്രിയേറ്റിംഗ് ന്യൂ file. The new file can be created by using one of the following access mode with the function open. അപ്പോൾ നമ്മൾ ഓപ്പൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കൂട്ടത്തിൽ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതൊക്കെ മോഡ്സുകൾ യൂസ് ചെയ്യാം? എ മോഡ് അല്ലെങ്കിൽ റൈറ്റ് മോഡ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തുകൊണ്ടാണ് ആർ യൂസ് ചെയ്യാതെ? ഓപ്പൺ എന്ന് പറയുന്ന ഓൾറെഡി ഉള്ള ഫയൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അതിനെ നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇൻഫർമേഷൻസ് റൈറ്റ് ചെയ്യണമെങ്കിൽ w മോഡും ഓൾറെഡി ഉള്ള ഫയലിലേക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ എ മോഡിലും ആ ഫയൽ ഓപ്പൺ ചെയ്യാം. ഇറ്റ് ക്രിയേറ്റ് ദി ന്യൂ ഫയൽ വിത്ത് ദി സ്പെസിഫൈഡ് നെയിം ഇഫ് നോ സച്ച് ഫയൽ എക്സിസ്റ്റ്. ഇപ്പോൾ എ മോഡിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ന്യൂ ഫയൽ ഡോട്ട് txt എന്ന് പറയുന്ന ഫയൽ ഇല്ലെങ്കിൽ പോലും ഒരു പുതിയ ഒരു ഫയൽ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് അപ്പൻഡ് ദി കണ്ടന്റ് ടു ദി ഫയൽ ഇഫ് ദി ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് വിത്ത് ദി സ്പെസിഫൈഡ് നെയിം. ഇനി w മോഡിലാണെങ്കിലോ ഇറ്റ് ക്രിയേറ്റ് എ ന്യൂ ഫയൽ വിത്ത് ദി സ്പെസിഫൈഡ് നെയിം ഈ നോ സച്ച് ഫയൽ എക്സിസ്റ്റ്. ഇറ്റ് ഓവർ റൈറ്റ് ദി എക്സിസ്റ്റിംഗ് ഫയൽ. അപ്പോൾ നമ്മളിവിടെ എക്സാമ്പിൾ സഹിതം കണ്ടു കഴിഞ്ഞു. നമ്മളിവിടെ ഒരു ചെറിയ എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇനി ഓപ്പൺ ഇൻ w മോഡിൽ ഓപ്പൺ ചെയ്യുന്നത് വെച്ചാൽ എന്താണ്? f ഈക്വൽ ടു ഓപ്പൺ ഓഫ് മൈ ഫയൽ ഡോട്ട് txt w. ഇവിടെ ഏത് മോഡിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് ഓപ്പൺ ഓഫ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് ആ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്തു റൈറ്റ് മോഡിൽ. സപ്പോസ് മൈ ഫയൽ ഡോട്ട് txt എന്ന് പറയുന്ന ഫയൽ ഇല്ലെങ്കിൽ പോലും ഈ ഒരു ഓപ്പൺ ഓഫ് മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ w മോഡിൽ ആ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഓൾറെഡി ഉള്ള ഫയലാണെങ്കിൽ
അത് ഓപ്പൺ ആയി വരുന്നു. ഇല്ലാത്ത ഫയലാണെങ്കിൽ ആ ഫയൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി സെക്കൻഡ് റൈറ്റ് ഇത് ഇൻ ടു ദി ഫയൽ യൂസിങ് റൈറ്റ് മോഡ്. അപ്പോൾ ആദ്യമേ നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുക, അതിലേക്ക് റൈറ്റ് ചെയ്യുന്നു ബൈ യൂസിങ് റൈറ്റ് ഓഫ് അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുക, ആ ഫയലിനെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മേളിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ പറയുന്നത്. ആ ഫയലിനെ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഫയലിനെ റീഡ് ചെയ്യണമെങ്കിൽ എന്താ, മൈ ഫയൽ ഡോട്ട് txt എന്ന് പറയുന്ന ഫയലിനെ റീഡ് ചെയ്ത് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എന്താ കൊടുക്കേണ്ടത്, ഓപ്പൺ മെത്തേഡിൻ്റെ അകത്ത് മൈ ഫയൽ ഡോട്ട് txt ഏത് മോഡായിരിക്കണം, റീഡ് മോഡ് ഓപ്പൺ ആക്കി ദെൻ ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ആ ഫയലിലുള്ള കണ്ടൻറ്റുകൾ പ്രിൻറ്റ് ചെയ്ത് ആ ഫയൽ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് റൈറ്റ് മെത്തേഡ് അല്ലെങ്കിൽ അപ്പൻ മെത്തേഡും റൈറ്റ് മെത്തേഡും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എക്സാമ്പിൾ സഹിതം പറയുന്നത്. ഓക്കെ, റൈറ്റിംഗ് നമ്പേഴ്സ് ടു എ ടെക്സ്റ്റ് ഫയൽ. ഇനി അടുത്തതാണ് നമുക്ക് എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ഫയലിൻ്റെ അകത്ത് നമ്പേഴ്സ് റൈറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ദി ഫയൽ മെത്തേഡ് റൈറ്റ് എക്സ്പെക്ട് എ സ്ട്രിങ് ആസ് ആൻ ആർഗ്യുമെൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു റൈറ്റ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ ഡബിൾ കോട്ട്സിൽ എന്താണ് നമ്മൾ കൊടുത്തത്, ഒരു സ്ട്രിങ് ആർഗ്യുമെൻ്റാണ് പാസ് ചെയ്തത്. ദെയർഫോർ അതർ ടൈപ്പ് ഓഫ് ഡാറ്റ സച്ച് ആസ് ഇൻറ്റിജർ ഓർ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് must first be converted to string before being returned to an output file. അപ്പോൾ എന്താ ചെയ്യുക, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇവിടെ കണ്ടു. റൈറ്റ് ഓഫ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അകത്ത് ഹലോ ഹൗ ആർ യു സ്ലാഷ് എന്ന് വെച്ചാൽ ന്യൂ ലൈൻ ഹലോ ഹൗ ആർ യു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു സ്ട്രിങ് ഫോമാറ്റിലാണ് അല്ലേ. അപ്പോൾ റൈറ്റ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അകത്ത് നമ്മളൊരു സ്ട്രിങ് ആണ് കൊടുക്കുന്നത്. സപ്പോസ് നമുക്ക് ഈ ആർഗ്യുമെൻറ്റ് ഒരു ഇൻറ്റിജർ ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സോ കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ടഡ് ടു സ്ട്രിങ്, ആ ഇൻറ്റിജർ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണം ബിഫോർ ബീങ് റിട്ടേൺ ടു ആൻ ഔട്ട്പുട്ട് ഫയൽസിൽ. ഔട്ട്പുട്ട് ഫയലിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനെ കൺവേർട്ട് ചെയ്തിരിക്കണം. എങ്ങോട്ട്, സ്ട്രിങ്ങിലേക്ക്. എന്തുകൊണ്ട്, റൈറ്റ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എപ്പോഴും എന്തായിരിക്കും, സ്ട്രിങ് ആയിരിക്കും. ഇൻ പൈതൺ ദി വാല്യൂ ഓഫ് മോസ്റ്റ് ഡാറ്റ ടൈപ്പ് ക്യാൻ ബി കൺവേർട്ടഡ് ടു സ്ട്രിങ് ബൈ യൂസിങ് str ഫംഗ്ഷൻ. പൈതണിൻ്റെ അകത്ത് ഒരു ഇൻറ്റിജറിനെ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റിനെയൊക്കെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് str function. The resulting strings are then returned to a file with a space or a new line as a separator character. എന്നിട്ട് എന്താ ചെയ്യുക, സ്ട്രിങ് str ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഇതിനെ കൺവേർട്ട് ചെയ്ത് ആ കിട്ടിയ റിസൾട്ടിങ് സ്ട്രിങ്ങിനെ, ആ കിട്ടിയ സ്ട്രിങ്ങിനെ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു. കൂടുതൽ എന്തുണ്ടാകും, ഒരു സ്പേസോ അല്ലെങ്കിൽ സെപ്പറേറ്റർ ലൈനോ അല്ലെങ്കിൽ സ്ലാഷ് ന്യൂ ലൈൻസിലോ ഒക്കെ ആയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റൈറ്റ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ് സ്ട്രിങ് ഫോമാറ്റിലായിരിക്കണം. ഇപ്പം നമ്പറായിട്ടോ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയിട്ടോ നമുക്കതിനെ അവിടെ ആർഗ്യുമെൻറ്റ്സിനെ പാസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്തായാലും ഈ നമ്പേഴ്സിനെയും ഇൻറ്റിജേഴ്സിനെയും ഫ്ലോട്ടിംഗ് പോയിൻറ്റ്സിനെയും ഒക്കെ str ഫംഗ്ഷൻ യൂസ് ചെയ്ത് സ്ട്രിങ് ആക്കി മാറ്റുക. എന്നിട്ടായിരിക്കും ഇത് ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ റൈറ്റിംഗ് ഇൻറ്റിജേഴ്സ് ഫ്രം 0 to 099 ഇൻറ്റു എ ടെക്സ്റ്റ് ഫയൽ. നമുക്ക് 0 മുതൽ 99 അല്ലെങ്കിൽ 0 മുതൽ 100 വരെ, അത് നമ്മുടെ ഇഷ്ടം, എക്സാമ്പിൾ കാണിക്കുന്നതേ ഉള്ളൂ. ഇൻറ്റിജേഴ്സ് നമുക്കൊരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ് ഇൻറ്റിജേഴ്സ് ഡോട്ട് txt എന്ന് പറയുന്ന ഫയലിനെ നമ്മൾ റൈറ്റ് ചെയ്തു, റൈറ്റിംഗ് മോഡിൽ ഓപ്പൺ ചെയ്തു. എന്തുകൊണ്ടാണ്, നമുക്ക് അങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യാണ് വേണ്ടത്. സോ റൈറ്റിംഗ് മോഡിൽ ആ ഫയലിനെ ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്താ, ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് നമ്മൾ 0 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിനെ 0 to 99 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ റേഞ്ച് കൊടുത്തിരിക്കേണ്ടത് എവിടം വരെയാണ്, 100 വരെ അല്ലേ. 100 വരെ നിങ്ങൾക്ക് റേഞ്ച് കൊടുക്കണമെങ്കിൽ 0,100 എന്നോ വെറും 100 എന്നോ കൊടുത്താലും ആ ഒരു ഫോർ ലൂപ്പ് വഴി നമ്മുടെ ഇൻറ്റിജേഴ്സിനെ ഇതിലേക്ക് സ്റ്റോർ ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഫോർ കൗണ്ട് ഇൻ റേഞ്ച് ഓഫ് 100. പക്ഷേ അങ്ങനെ കൊടുത്തിട്ട് കാര്യമുണ്ടോ, റൈറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് മെത്തേഡിൽ മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആർഗ്യുമെൻറ്റ് എന്തായിരിക്കണം, സ്ട്രിങ് ആയിരിക്കണം. ഇൻറ്റിജേഴ്സോ ഫ്ലോട്ടിംഗ് പോയിൻറ്റോ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് അതിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് കൊടുക്കുക, റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് str ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഈ ഫോർ ലൂപ്പിൻ്റെ വേരിയബിളിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഫോർ കൗണ്ട് ഇൻ റേഞ്ച് 100 ആദ്യമേ ഫോർ കൗണ്ടിൻ്റെ വാല്യൂ എന്ത് വരും, 0. അതിനെ എങ്ങോട്ടേക്ക് മാറ്റണം, സ്ട്രിങ്ങിലേക്ക് മാറ്റണം. എങ്ങനെയാണ് മാറ്റുക, str ഫംഗ്ഷൻ യൂസ് ചെയ്ത്. അപ്പോൾ റൈറ്റ് ഓഫ് str ബ്രാക്കറ്റിൽ കൗണ്ട് എന്ന് പറയുമ്പോൾ str ഓഫ് 0 എന്ന് പറയുന്ന ഇൻറ്റിജർ വേരിയബിളിനെ സ്ട്രിങ്ങിലേക്ക് മാറ്റി, 0 എന്ന് പറയുന്ന ഇൻറ്റിജർ വാല്യൂവിനെ സ്ട്രിങ്ങിലേക്ക് മാറ്റി. ഓക്കെ, എന്നിട്ട് ഫയലിലേക്ക് അത് റൈറ്റ് ചെയ്തു. അഗെയിൻ കൗണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും, കൗണ്ട് 1 ആകും. ദെൻ str 1 എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം, 1നെ
1 എന്ന് പറയുന്ന കൗണ്ടിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്ത് ഫയലിലേക്ക് റൈറ്റ് ചെയ്തു. അങ്ങനെ എവിടെ വരെ പോകും? 100 ആണ് റേഞ്ച് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം റേഞ്ച് കൊടുത്തിരിക്കുന്നത് സ്റ്റോപ്പ് 100 ആണെങ്കിൽ 100 മൈനസ് n ആണെങ്കിൽ n-1 വരെ ആയിരിക്കും അതിൻ്റെ മീൻ ചെയ്യുന്നത്. സോ 99 വരെയുള്ള വാല്യൂസ് ആയിരിക്കും സ്ട്രിങ് str ഫംഗ്ഷൻ യൂസ് ചെയ്ത് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്ത് ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷം ഫയൽ ക്ലോസ് ചെയ്യുന്നു. ഇഫ് യു ഡു നോട്ട് കൺവേർട്ട് ഇൻ ടു സ്ട്രിങ് ഇറ്റ് വിൽ ഷോ ആൻ എറർ. അപ്പോൾ നമ്മൾ ഈ str ഫംഗ്ഷൻ യൂസ് ചെയ്യാതെ ഡയറക്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എറർ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. നൗ ദി ഫയൽ integer.txt വിൽ ഹാവ് ദി കണ്ടൻറ്റ് ആസ് 0 to 99. 0 മുതൽ 99 വരെയുള്ള ഇൻറ്റിജർ വാല്യൂസ് നമ്മൾ സ്ട്രിങ് ഫോമാറ്റിലാക്കി നമ്മുടെ ഫയലിൽ റൈറ്റ് ചെയ്തിട്ട് ഉണ്ട്. ഇനി റീഡിങ് നമ്പേഴ്സ് ഫ്രം എ ടെക്സ്റ്റ് ഫയൽ. ഇനി എങ്ങനെയാണ് ടെക്സ്റ്റ് ഫയലിൽ നിന്ന് റീഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓൾ ഓഫ് ദി ഫയൽ ഇൻപുട്ട് ഓപ്പറേറ്റർ റിട്ടേൺ ഡാറ്റ ടു ദി പ്രോഗ്രാം ആസ് സ്ട്രിങ്. അപ്പോൾ റിട്ടേൺ ചെയ്യുന്ന ഡാറ്റാസും ഏത് ഫോമാറ്റിലാണ്? സ്ട്രിങ് ഫോമാറ്റിൽ തന്നെയാണ്. അപ്പം ഇഫ് ദിസ് സ്ട്രിങ്സ് റിപ്പീറ്റ് അതർ ടൈപ്പ് of data such as integers, floating point numbers, the programmer must convert them to appropriate type before manipulating them further. അപ്പോൾ സ്ട്രിങ് ഫോമാറ്റിലാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 0 to 99 ഇൻറ്റിജേഴ്സിനെയാണ്. അത് നമുക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ ഇൻറ്റിജർ വാല്യൂ ആയിട്ട് തന്നെ റിട്ടേൺ ചെയ്യണം. ഇൻ പൈത്തൺ ദി സ്ട്രിങ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ദി നമ്പേഴ്സ് ദംസെൽസ് ബൈ യൂസിങ് ദി ഫംഗ്ഷൻ ഇൻറ്റ് ആൻഡ് ഫ്ലോട്ട് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമുക്ക് ഇൻറ്റിജറിനെയോ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് ആയിട്ടോ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസാണ് ഇൻറ്റ്, ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ കാണിക്കും. വെൻ റീഡിംഗ് ഡാറ്റ ഫ്രം എ ഫയൽ അനദർ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഈസ് ദി ഫോമാറ്റ് ഓഫ് ദി ഡാറ്റ ഐറ്റംസ് ഇൻ ദി ഫയൽ. ഡാറ്റ ഐറ്റം ഫയലിൻ്റെ ഐറ്റംസിൻ്റെ ഫോമാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈൽ റൈറ്റിംഗ് വി മേ യൂസ് ദി ന്യൂ ലൈൻ ക്യാരക്ടേഴ്സ്. നമ്മൾ ന്യൂ ലൈൻ ക്യാരക്ടേഴ്സ് വെച്ചായിരിക്കും നമ്മൾ പറഞ്ഞു സ്ട്രിങ് str ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഈ ഇൻറ്റിജേഴ്സിനെയോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റിനെയൊക്കെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ ഒന്നെങ്കിൽ അത് ന്യൂ ലൈൻ വഴിയായിരിക്കും, ന്യൂ ലൈനിലായിരിക്കും, ഓരോ ലൈനിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ സ്പേസ് ഇട്ടായിരിക്കും റെപ്രസെൻറ്റേഷൻ വരിക എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു. ദിസ് ലൂപ്പ് ആക്സസ് ദി ലൈൻ ഓഫ് ടെക്സ്റ്റ് ഓൺ ഈച്ച് പാസ്. അപ്പോൾ ഇവിടെയും ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ആ ഫോർ ലൂപ്പ് വഴിയാണ് ഓരോ സ്ട്രിങ്സിനെയും കറസ്പോണ്ടിങ് ഡാറ്റ ടൈപ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ടു കൺവേർട്ട് ദിസ് ലൈൻ ടു ദി ഇൻറ്റിജർ കണ്ടെയ്ൻഡ് in it, the programmer runs the string method strip to remove the new line, then return the int function to obtain the integer value. ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. നമ്മളൊരു ഫയലിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ റീഡ് ചെയ്യണം. അതായത് integers.txt എന്ന് പറയുന്ന ഫയലിൽ ഇപ്പോൾ ഏതാണുള്ളത്? 0 മുതൽ 99 വരെയുള്ള ഇൻറ്റിജർ വാല്യൂ സ്ട്രിങ് ഫോമാറ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഏത് ഫോമാറ്റിലാണ്? നമ്മുടെ ഇൻറ്റിജർ വാല്യൂ ആയിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യണം അല്ലേ? അപ്പോൾ അതിന് ഫസ്റ്റ് ആ ഫയലിന് റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തു. ഇനി നമ്മളിവിടെ സം കാണുകയാണ്. സം ഓഫ് നമ്പേഴ്സ് ഇൻ ദി ടെക്സ്റ്റ് ഫയലിൻ്റെ അകത്തുള്ള നമ്പേഴ്സുകളുടെ സം, അതായത് 0, 0 + 1, 1 + 2, 2 + 3 അപ് ടു 99 വരെയുള്ള ഇൻറ്റിജർ വാല്യൂസിൻ്റെ സം കാണണം. ഓക്കെ, ഫോർ ലൂപ്പ് യൂസ് ചെയ്തെങ്കിൽ മാത്രമല്ലേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. സോ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. ഫോർ ലൈൻ ഇൻ എഫ്. അപ്പോൾ ആ ഫയലിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് റീഡ് ചെയ്യുകയാണ്. ലൈൻ ഈക്വൽ ടു ലൈൻ ഡോട്ട് സ്ട്രിപ്പ്. എന്തിനാണ്? നമ്മൾ പറഞ്ഞു ഈ ഓരോ ലൈനിലായിരിക്കും, ന്യൂ ലൈനിലാണ് ഈ വാല്യൂസൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ന്യൂ ലൈൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് സ്ട്രിപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൈൻ ഈക്വൽ ടു ലൈൻ ഡോട്ട് സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഫസ്റ്റ് ആ ഒരു ന്യൂ ലൈനിൽ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോൾ ആദ്യത്തെ ലൈനിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 0 ആണ്. അപ്പോൾ അതിന് മുമ്പുള്ള ആ ന്യൂ ലൈൻ റിമൂവ് ചെയ്യണം. ലൈൻ ഈക്വൽ ടു ലൈൻ ഡോട്ട് സ്ട്രിപ്പ് എന്ന് കൊടുക്കുമ്പോൾ ആ ന്യൂ ലൈൻ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് നമ്പർ ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ലൈൻ എന്ന് വെച്ചാൽ ആ ലൈൻ എന്ന് പറയുന്ന ഫോർ ലൂപ്പിൻ്റെ വേരിയബിളിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു സ്ട്രിങ് ഫോമാറ്റ് 0 ZERO ആണെങ്കിൽ അതിനെ എങ്ങോട്ടേക്ക് മാറ്റണം? ഇൻറ്റിജറാക്കി മാറ്റി നമ്പറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. നൗ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് നമ്പർ? 0. ദെൻ നമ്മൾ സം കാണുകയാണ്. സം ഈക്വൽ ടു സം പ്ലസ് 0. സം അത് ഡിസ്പ്ലേ ചെയ്യും. സം ഈക്വൽ ടു സം പ്ലസ് 0. എഗെയിൻ ഫോർ ലൂപ്പിലേക്ക് പോകുമ്പം ലൈനിൻ്റെ വാല്യൂ എന്താകും? ലൈനിൻ്റെ വാല്യൂ നെക്സ്റ്റ് ലൈനിലേക്ക് വരികയാണ്. അവിടെയും ഒരു ന്യൂ ലൈൻ ഉണ്ട്. ആ ലൈനിൽ റിമൂവ് ചെയ്യണം. സോ ലൈൻ ഈക്വൽ ടു ലൈൻ ഡോട്ട് സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ നമ്പർ ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ലൈൻ. ആ ലൈനിൽ ഏതാണ് വാല്യൂ ഉള്ളത്? 1. സോ ഇൻറ്റ് ഓഫ് ONE എന്ന് പറയുന്ന ആ സ്ട്രിങ്ങിനെ ഇൻറ്റിജറാക്കി മാറ്റി നമ്പറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സം ഈക്വൽ ടു സം പ്ലസ് നമ്പർ എന്ന് പറയുമ്പോൾ 0 + 1 ഈക്വൽ ടു എന്ത് കിട്ടും? 1.
ദെൻ എഗെയിൻ ഫോർ ലൂപ്പിലേക്ക് പോവുകയാണ്. ന്യൂ ലൈൻ റിമൂവ് ചെയ്തു. അവിടെയുള്ള 2 എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ 2 ഇൻറ്റിജറിലേക്ക്, ഈ 2 എന്ന് പറയുന്ന ഇൻറ്റിജർ ഫോമാറ്റിലേക്ക് മാറ്റുന്നു. ദെൻ സം കാണുന്നു 1 + 2 = 3. അങ്ങനെ എവിടെ വരെ പോകും? 99 വരെ ആയിരിക്കും അത് മൂവ് ചെയ്യുക. ഫൈനൽ ഇത് റിസൾട്ട് അവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഒബ്റ്റൈനിങ് ദി നമ്പേഴ്സ് ഫ്രം എ ടെക്സ്റ്റ് ഫയൽ ഇൻ വിച്ച് ദേ ആർ സെപ്പറേറ്റഡ് ബൈ സ്പേസസ് ബിറ്റ് ട്രിക്കേഴ്സ്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞായിരുന്നു സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ ന്യൂ ലൈനിൽ അല്ലെങ്കിൽ സ്പേസ് അല്ലേ സെപ്പറേറ്റർ കോമ ഇട്ടൊക്കെ ആയിരിക്കും അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. വൺ മെത്തേഡ് പ്രോസസ് ബൈ റീഡിങ് ദി ലൈൻ ഇൻ ദി ഫോർ ലൂപ്പ് ആസ് ബിഫോർ. അപ്പോൾ ആ ലൈനിനെ സ്ട്രിപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയാണ് ഫോർ ലൂപ്പ് കഴിയുമ്പോൾ ആദ്യത്തെ ലൈൻ ഇതിന് യൂസ് ചെയ്യുന്നു. ബട്ട് ഈച്ച് ലൈൻ നൗ ക്യാൻ ഒബ്റ്റെയിൻ സെവറൽ ഇൻറ്റിജേഴ്സ് സെപ്പറേറ്റഡ് ബൈ സ്പേസ്. യു ക്യാൻ യൂസ് ദി സ്ട്രിപ്പ് മെത്തേഡ് ടു സ്പ്ലിറ്റ് ടു ഒബ്റ്റെയിൻ ദി ലിസ്റ്റ് ഓഫ് ദി സ്ട്രിങ് റെപ്രസെൻറ്റിംഗ് ദിസ് ഇൻറ്റിജേഴ്സ് ആൻഡ് ദെൻ പ്രോസസ് ഈച്ച് സ്ട്രിങ് ഇൻ ദി ലിസ്റ്റ് വിത്ത് അനദർ ഫോർ ലൂപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, വേറൊരു എക്സാമ്പിൾ നമ്മൾ കാണിക്കുന്നുണ്ട്. ദെൻ ഹിയർ നോക്കുക, ഒരു ഇൻറ്റിജർ .txt എന്ന് പറയുന്ന ഫയലിനെ നമ്മൾ ഓപ്പൺ ചെയ്തു. ദെൻ വേർഡ് ലിസ്റ്റ് = ലൈൻ .split off ഇവിടെ 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്താണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ന്യൂ ലൈനിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി വേർഡ് ലിസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യുക? മറ്റൊരു ഫോർ ലൂപ്പ്, ഒരു ഫോർ ലൂപ്പിൻ്റെ അകത്ത് മറ്റൊരു ഫോർ ലൂപ്പ്. ആദ്യത്തെ ഫോർ ലൂപ്പ് ഫസ്റ്റ് തന്നെ എല്ലാ ന്യൂ ലൈനുകളിലെയും അല്ലെങ്കിൽ ആ സ്പേസുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. എന്നിട്ട് മറ്റൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ആ നമ്പേഴ്സിനെ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്ത്, ആ സ്ട്രിങ്സിനെ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്ത് സം കണ്ടുപിടിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇവിടെ സംഭവം. 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. ഒന്നാമത്തെ ഫോർ ലൂപ്പ് എന്തിനാണ്? ദെൻ ആ ന്യൂ ലൈനിലെ അല്ലെങ്കിൽ കോമാസിനെ സ്പേസിനെയൊക്കെ സ്ട്രിപ്പ് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ ഫോർ ലൂപ്പ് നമ്മൾ മുമ്പേ കണ്ട പോലെ ഇൻറ്റിജറിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ സം കാണാൻ വേണ്ടിയുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ note that the line does not have to strip off the new line because split take care of that automatically. അപ്പോൾ ഇവിടെ നോക്കുക, line.split എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രിപ്പിന് പകരം സ്പ്ലിറ്റ് ഓഫ് എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ് സ്ട്രിപ്പ് ന്യൂ ലൈൻസിനെ റിമൂവ് ചെയ്യുകയാണ്. ദെൻ സ്പ്ലിറ്റ് എന്തിനാണ്? ഓട്ടോമാറ്റിക്കലായിട്ട് ന്യൂ ലൈൻസിനെ റിമൂവ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം സെപ്പറേറ്റേഴ്സോ കോമാസ് അങ്ങനെ എന്തെങ്കിലുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സ്പ്ലിറ്റ് ഓഫ് എന്ന് പറയുന്ന മെത്തേഡും സ്ട്രിപ്പ് എന്ന് പറയുന്ന മെത്തേഡ് ന്യൂ ലൈൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയും കാണിച്ചിരിക്കുന്നു. ഇവിടെ 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു എന്നൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.